നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജോസഫേട്ടാ, എന്തോ? എല്ലാ ജനലുകളും വാതിലുകളും അടയ്ക്കണം. സാർ, എന്താ ചേട്ടാ? ജോസഫേട്ടന് ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ അകത്ത് പോയിരിക്കെ. സാർ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഭയപ്പെടുന്നേ? എന്റെ ഭയം സാറിനെ കുറിച്ച് ഓർത്താണ്. ഇതിന്റെയൊക്കെ പിന്നാലെ ഇറങ്ങി പുറപ്പെടണോ സാറേ? മനസ്സിനെ നശിപ്പിക്കുന്ന സംശയങ്ങൾ കൊണ്ടു നടക്കുന്നതിനേക്കാളും നല്ലത് സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതാ. സംശയങ്ങൾ മനുഷ്യനെ ഇരുട്ടിലാക്കും. സത്യം ഒരു പ്രകാശമാ, അത് വഴികാട്ടിയാ. ഇതൊക്കെ മുമ്പ് ഇതേ വീട്ടിൽ നടത്തിയിട്ടുള്ളതാണ്. സാറിന്റെ പപ്പയുള്ളപ്പോ അന്ന് സാർ അധികം ഇവിടേക്ക് വരില്ലായിരുന്നല്ലോ. സാറ് വിദേശത്ത് നിന്ന് വല്ലപ്പോഴുമല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ. ഈ ബോർഡ് സാറിന്റെ പപ്പയുടെ ഒരു ദൗർബല്യമായിരുന്നു. ആര് പറഞ്ഞാലും സാറിന്റെ പപ്പ കേൾക്കില്ലായിരുന്നു. സാറിന്റെ പപ്പ മരിക്കാനുള്ള കാരണം പോലും ഏതോ ഒരു പ്രേതാത്മാവാണെന്ന് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പപ്പ പോയ വഴിയെ തന്നെ സാറും പോവുകയാണോ? ജോസഫേട്ടാ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ സാർ ഇതൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ സാറിന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ജോസഫേട്ട ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? ഞാൻ സംശയിക്കുന്നതിൽ സത്യമുണ്ടോന്നറിയാൻ ഇതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ജോസഫേട്ട. എന്റെ പപ്പ നടന്ന വഴികൾ തെറ്റായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതേക്കുറിച്ചൊക്കെ ഞാൻ നേടിയ അറിവുകൾ അത് ചിലർക്കൊക്കെ രക്ഷയാവുമെങ്കിൽ അത് ചെയ്യാതിരിക്കുക പാപം. ഇനി എനിക്കൊന്നും പറയാനില്ല. സാറിന്റെ ഇഷ്ടം. ഈശോയെ, ഏതെങ്കിലും ആത്മാക്കൾ ഇതിനകത്ത് കയറി വരുമോ? Is anyone here? Please come. Please come. You can speak. Please come. ഈശോയെ, എന്റെ കർത്താവേ, ഇതെന്താ നടക്കുന്നത്? ഇതാരോ എടുത്ത് എറിഞ്ഞതുപോലെയുണ്ടല്ലോ. ഇവിടെ ഈ പതിവ് ശല്യക്കാരായ രണ്ട് പൂച്ചകളുണ്ടെന്ന് ജോസഫേട്ടൻ പറയാറുണ്ടല്ലോ.
അവരായിരിക്കും. പൂച്ചകളോ? ഇത് പൂച്ചകൾ തട്ടിയിട്ടതാണോ? ജോസഫേട്ടൻ പേടിച്ചിരിക്കാതെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കിയേ. ഗബ്രിയേൽ സാർ വിളിച്ചു വരുത്തി ഏതെങ്കിലും പ്രേതമാണോ ഇത് ചെയ്തത്? എന്റെ കർത്താവേ, സാറിന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ജോസഫേട്ടാ അതെ. എന്താ സാറേ? ഇനി ഉണ്ട് സാറേ, ഞാനൊക്കെ എന്താ സാറേ, കൈ പൊള്ളിയോ സാറേ? ചെറുതായിട്ട്, സാരമില്ല. തടസ്സമാണല്ലോ സാർ. ഈ പ്രവൃത്തി സാറ് ചെയ്യരുതെന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ചിലപ്പോ സാറിന്റെ പപ്പ തന്നെയായിരിക്കും ഇപ്പോ ഇവിടെ വന്ന് എല്ലാം തടസ്സപ്പെടുത്തിയത്. ജോസഫേട്ട എന്തൊക്കെയാ പറയുന്നേ? ചേട്ടൻ ഇതൊക്കെ ഒന്നെടുത്ത് മാറ്റിയേ. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ആരോ ഇവിടെ വന്നു, പക്ഷേ സംസാരിക്കാൻ താല്പര്യമില്ല. അത് ആരായിരിക്കും? ഫോൺ സ്വിച്ച് ഓഫ് ആയോ? 1 of the 7 will die. ആ 7 പേരിൽ ഒരാൾ മരണപ്പെടും. ആരാണ് 7 പേര്? കൊള്ളാം, നല്ല സ്ഥലമാണല്ലോ. പുരുഷന്മാർക്ക് പ്രവേശനമില്ല. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലല്ലേ, പുരുഷന്മാർ പ്രവേശിക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ കാര്യം കുഴപ്പത്തിലാവുമല്ലോ. ആ, എന്തായാലും വണ്ടി അകത്തോട്ട് കയറ്റും.